എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ ഡ്രാമയുടെ പേര് വന്നിട്ട് ഡിയർ എക്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ്. ഈ ഡ്രാമയിൽ നമ്മൾ ട്രൂ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു കൊറിയൻ ഡ്രാമയുണ്ട്. നല്ല ഹിറ്റായിട്ടുള്ളൊരു ഡ്രാമയാണ്. ആ ഡ്രാമയിൽ സെക്കൻഡ് ലീഡായിട്ടുള്ള പയ്യനും ഈ ഒരു ഡ്രാമയിലുണ്ട്. അവനിതിൽ മെയിൻ ക്യാരക്ടറല്ല, ഇതുപോലെ ഒരു സൈഡ് ക്യാരക്ടറാണ്. അപ്പോൾ ആ ഡ്രാമയിൽ ആക്ടറിനൊരു പ്രത്യേകത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. കാരണം അവനൊരു ഹാപ്പി എൻഡിങ് ഉണ്ടായിരിക്കില്ല. അവൻ അഭിനയിച്ച മോസ്റ്റ് ഓഫ് ഡ്രാമാസിലും അവനൊരു ഹാപ്പി എൻഡിങ് ഉണ്ടായിട്ടില്ല. എല്ലാത്തിലും ഒരു സാഡ് എൻഡിങ് ആയിരിക്കും. അവൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ അവന് കിട്ടില്ല. അതിലാകെപ്പാടെ കിട്ടിയിട്ടുള്ളത് ഫാമിലി ബൈ ചോയ്സ് എന്ന് പറഞ്ഞ് ഒരു കൊറിയൻ ഡ്രാമയിൽ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഈ ഡ്രാമയിലും അവനൊരു ഹാപ്പി എൻഡിങ് കിട്ടിയിട്ടുണ്ടാവില്ല. വളരെയധികം ഡിപ്രഷൻ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്ന ഒരാളാണ്. അതുപോലെ ആൽക്കഹോളിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്ന ഡിപ്രഷൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അവൻ അതൊക്കെ ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആൽക്കഹോളിൻ്റെയൊക്കെ സഹായം തേടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആത്മഹത്യ എന്ന് പറഞ്ഞൊരു സാധനം ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ അവർ ഒരു 1-2 ആഴ്ച നമ്മളെ ഓർത്ത് കരയുമായിരിക്കും. അത് കഴിഞ്ഞ് അവരവരുടെ ജോലി നോക്കി പോകും. നമ്മൾ ആലോചിച്ച് കരയാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ പാരൻസ് മാത്രമേ ഉണ്ടാവൂ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കത് ഫേസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന തോന്നൽ മാത്രമാണ് അത്. അപ്പോൾ നമ്മൾ ആ സമയം നമുക്കൊന്ന് കടന്നു പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് മാറിക്കിട്ടും. നമ്മൾ ജീവിതത്തിൽ എന്തും ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ പഠിക്കണം. ആർക്ക് വേണ്ടിയിട്ട് നമ്മളെ ജീവൻ കളയരുത്. കാരണം അവരവരുടെ ജീവിതം നോക്കിപ്പോവും. നഷ്ടപ്പെടുന്നത് നമ്മളെ പേരൻസിന് നമ്മളെ ലൈഫ് മാത്രമായിരിക്കും. ബ്രേക്കപ്പ് കാരണം അവൻ ആത്മഹത്യ ചെയ്തിട്ട് അവൾക്ക് അതിൻ്റെ യാതൊരു കുറ്റബോധം ഉണ്ടാവില്ല. കാരണം അവൾ സൈക്കോപാത്താണ്. അവൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നുമില്ല. അവൻ്റെ അമ്മ മാത്രമാണ് അവനെ വല്ല ആലോചിച്ച് വേദനിച്ച് കരയുന്നതും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.